ഇന്ന് നമ്മൾ സ്ഥലം വാങ്ങുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സ്ഥലം വാങ്ങിക്കുമ്പോൾ മണ്ണിൻ്റെ ഉറപ്പും നിരപ്പും ശ്രദ്ധിക്കണം. സ്ഥലത്തിൻ്റെ ആകൃതി അനുസരിച്ച് വീട് നിർമ്മാണത്തിലും മാറ്റം വരും. വീട്ടിലേക്കുള്ള വഴിക്കു വിസ്താരമുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ പ്ലോട്ടുകളായി വിൽക്കുന്ന സ്ഥലത്തേക്ക് ശരിയായ വരി വിട്ടു കിട്ടുമോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് സ്ഥലം വാങ്ങാം. തട്ടുകളായി കിടക്കുന്ന ഭൂമിയുടെ സവിശേഷതകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഭംഗിയുള്ള വീടുകൾ നിർമ്മിക്കാം. തട്ടുകൾ നിരത്തുമ്പോഴുള്ള അധിക ചെലവ് മാത്രമല്ല, സ്ഥലത്തിൻ്റെ സ്വാഭാവിക ഭംഗിയും നഷ്ടമാകാതിരിക്കും. ഉയർന്നു നിൽക്കുന്ന സ്ഥലം നിരത്തുമ്പോൾ അവിടെ കാറ്റും വെളിച്ചവും കുറയാൻ സാധ്യതയുണ്ട്. ഭൂമിയുടെ ദർശനം, കാറ്റിൻ്റെ ദിശ, സ്ഥലത്തെ മരങ്ങൾ വെട്ടിമാറ്റുന്നതും അല്ലാത്തതും തുടങ്ങിയ കാര്യങ്ങളും പരിഗണിക്കണം. പഴയ കെട്ടിടങ്ങൾ ഉള്ള സ്ഥലമാണെങ്കിൽ അവ നിലനിർത്തിക്കൊണ്ടോ പൊളിച്ചെടുത്തുകൊണ്ടോ യോഗ്യമാക്കാമോ എന്ന് ചിന്തിക്കണം. കെട്ടിട നിർമ്മാണ നിയമമനുസരിച്ച് കെട്ടിടത്തിൻ്റെ വിസ്തീർണത്തേക്കാൾ 1.5 ഇരട്ടിയായിരിക്കണം മൊത്തം സ്ഥലം. അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ 65% ഭാഗമേ കെട്ടിടം പണിയാൻ അനുവദിച്ചിട്ടുള്ളൂ. വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നഗരാസൂത്രണ പദ്ധതികൾ നിലവിലുണ്ടോ, അവയ്ക്കുള്ള നിർദ്ദേശമുണ്ടോ എന്ന കാര്യങ്ങൾ നഗരാസൂത്രണ ഓഫീസുകളിൽ നിന്ന് മനസ്സിലാക്കണം. റോഡ് വലുതാക്കാനുള്ള നിയമ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞ സ്ഥലങ്ങളുണ്ട്. ഇത്തരം വസ്തു വാങ്ങുന്നത് പിന്നീട് ബുദ്ധിമുട്ടാകും. ഒരുപക്ഷെ വീട് പണിയാൻ തന്നെ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് നഗരാതിർത്തിയിലുള്ള സ്ഥലം വാങ്ങുന്നതിന് മുമ്പ് ടൗൺ പ്ലാനിംഗ് ഓഫീസുകളിൽ അന്വേഷിക്കുക. കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ബാധകമാക്കിയിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ പരിധിയിൽ വരുന്ന സ്ഥലത്ത് വീട് വയ്ക്കുന്നതിന് നിലവിലുള്ള കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂള് 1999 അനുസരിച്ച് അപേക്ഷയും പ്ലാനുമാണ് ടൗൺ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ സമർപ്പിക്കേണ്ടത്. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രായോഗികമാക്കാൻ സഹായിക്കുന്നതാണോ വാങ്ങുന്ന സ്ഥലമെന്ന് ആദ്യമേ ധാരണ ഉണ്ടായിരിക്കണം. വീട് പണിയുന്നതിനുള്ള അനുമതിക്കായി പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി പ്ലാൻ സമർപ്പിക്കണം. വീടിൻ്റെ 4 ഭാഗത്തും വിടുന്ന സ്ഥലം, സെപ്റ്റിക് ടാങ്ക്, കിണർ തുടങ്ങിയവയെല്ലാം ഇതിലുണ്ടാകണം. വാങ്ങുന്ന ഭൂമിയിൽ ചെറിയ കെട്ടിടം വല്ലതും ഉണ്ടെങ്കിൽ അതനുസരിച്ച് 4 പാടും വിടേണ്ട സ്ഥലത്തിൻ്റെ അളവുകൾ വ്യത്യസ്തമായിരിക്കണം. പ്രത്യേകിച്ച് ആകൃതിയൊന്നുമില്ലാതെ സ്ഥലത്തിൻ്റെ മുൻഭാഗത്ത് ശരാശരി 3 മീറ്റർ സ്ഥലം വിട്ടാൽ മതി. പുറകുവശത്ത് ശരാശരി 2 മീറ്ററും ഏതെങ്കിലും ഒരു വശത്ത് 1 മീറ്ററും മറുവശത്ത് 1.2 മീറ്ററും 3 സെൻറ്റിൻ്റെ താഴെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ മുൻവശത്ത് 1.8 മീറ്ററും വിടണം. വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിനരികിൽ കൂടി കടന്നുപോകുന്ന ഹൈടെൻഷൻ വൈദ്യുതി കമ്പികളുടെ സാന്നിധ്യവും പരിഗണിക്കണം. വീടിൻ്റെ പ്ലാനിംഗ് അംഗീകാരം കിട്ടണമെങ്കിൽ കെട്ടിടത്തിനും ചുറ്റും നിയമാനുസൃതമായ നിശ്ചിത സ്ഥലം വിട്ടിരിക്കണം.